നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. തലശ്ശേരി നഗരത്തിലെ തിരക്കേറിയ ജൂബിലി റോഡിൽ ഹോംഗാർഡിനെ ഓട്ടോ ഡ്രൈവർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കയ്യേറ്റത്തിനിരയായത് പാലയാട് സ്വദേശിയായ ഹോംഗാർഡ് എം സജേഷ്. തലശ്ശേരി നഗരമധ്യത്തിൽ കടകളോട് ചേർന്നുള്ള ഓവുചാലിന് മുകളിലെ പൊട്ടിയ സ്ലാബ് മാറ്റാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. സ്കൂൾ അടുത്ത ദിവസം തുറക്കുന്നതോടെ അപകട സാധ്യത ഇരട്ടിയാകുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. പ്രഭാഷകനും എഴുത്തുകാരനുമായ സന്തോഷ് ഇല്ലോളിന്റെ ഏറ്റവും പുതിയ നോവൽ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം മെയ് 30-ന് ചെറുവാഞ്ചേരിയിൽ പ്രകാശനം ചെയ്യും. രചന പൂർത്തീകരിച്ചത് 3 വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലെന്ന് ഗ്രന്ഥകാരൻ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്തഞ്ചേരി നടപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻ വർഷങ്ങളിലുണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് 28-ാം തീയതി മുതൽ അടുത്ത മാസം 24-ാം തീയതി വരെ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ആണ് ഇന്ന് ഈ അവലോകന യോഗം വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഉദ്ഘാടനങ്ങളൊക്കെ വന്നത്. ശരിക്കും ഇതിൻ്റെ ലക്ഷ്യം ഇനിയുള്ള യോഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം അവസാനിക്കുന്നതിൻ്റെ 3 ഞാനിവിടെ വരും. അതിനു മുമ്പ് എത്രയോ തവണ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴേക്കും സ്ത്രീകളുടെ പ്രവേശനമൊക്കെ അവസാനിച്ചിരുന്നു. പക്ഷെ ആ ദിവസം പോലും, അതായത് ഉത്സവം സമാപിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോലും ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകുകയാണ്. ആ സമയത്ത് അത് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക വാഹനങ്ങളും കർണാടക രജിസ്ട്രേഷൻ. അപ്പം ഞാൻ ചോദിച്ചത്, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ, പക്ഷേ അന്ന് ഇങ്ങനെ തിരക്കുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ അന്ന് 2 മണിക്കൂറാണ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയത്. അവസാനം എന്നെ കണ്ടപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് കിടത്തി വിട്ടത് കൊണ്ടാണ് 2 മണിക്കൂർ മാത്രം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എത്ര മണിക്കൂർ കിടക്കേണ്ടി വരുന്ന എനിക്കൊരു രൂപമുണ്ടായി. എത്രയേറെ വൻ തിരക്കായി. അപ്പം ഞാൻ അന്ന് MLA സണ്ണി വക്കീലിനോടന്ന് ഞാൻ പറഞ്ഞു, വക്കീലെ ഞങ്ങൾ 2 പേരും മന്ത്രിയാവുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വക്കീലെ നമുക്കിങ്ങനെ ഈ പോക്ക് പോയാൽ ഒരുപാട് പേർക്ക് തൊഴുകാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാവും. ഇതിനൊരു പരിഹാരം നമുക്കുണ്ടാവണം എന്നാണ് യാദർശികമായിട്ട് ഞാൻ പറഞ്ഞത്. അതൊരു അമ്പലത്തിലെ ഭക്തൻ എന്ന നിലയ്ക്ക് പറഞ്ഞു. പക്ഷെ ഇത്തവണ ഭക്തരുടെ മന്ത്രിയായിട്ട് വരാൻ കഴിഞ്ഞപ്പോൾ വളരെ നേരത്തെ തന്നെ നമുക്കിതിനൊരു രൂപമുണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അവലോകന യോഗം വിളിച്ചത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യ പരിഗണന നൽകി കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയ ദേവസ്വം മന്ത്രിയെ മന്ത്രി സണ്ണി ജോസഫ് സ്വീകരിച്ചു. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം ദേവസ്വം മന്ത്രി അഭ്യർത്ഥിച്ചു. അക്കര നടപ്പന്തൽ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്കെത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിനു പകരം പുതിയ നടപ്പാലം നിർമ്മിച്ചത്. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ T നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഡയറക്ടർ K ഗോകുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ NK ബൈജു, PS സുരേഷ് കുമാർ, തഹസിൽദാർ രാജേഷ് ഖന്ന,
വിവിധ രാഷ്ട്രീയ കക്ഷി സാമുദായിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. തലശ്ശേരി നഗരത്തിലെ തിരക്കേറിയ ജൂബിലി റോഡിൽ ഹോംഗാർഡിനെ ഓട്ടോ ഡ്രൈവർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്തു. പാലയാട് സ്വദേശിയായ ഹോംഗാർഡ് എസ് സജേഷിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. വൈകുന്നേരത്തെ കനത്ത ട്രാഫിക് ബ്ലോക്കിനിടെ ഗതാഗത നിയന്ത്രണ ചുമതല നിർവഹിക്കുകയായിരുന്ന ഹോംഗാർഡ് സജേഷ് ട്രാഫിക് തെറ്റിച്ചെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറോട് വാഹനം പിന്നോട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കയ്യേറ്റത്തിലേക്ക് വഴിമാറിയത്. ഹോംഗാർഡ് തന്നെ ചീത്ത വിളിച്ചുവെന്ന് ഓട്ടോ ഡ്രൈവറായ മുസ്തഫ എന്ന മുത്തുവും പറഞ്ഞു. ഓട്ടോയിൽ നിന്നിറങ്ങിയെത്തിയ ഓട്ടോ ഡ്രൈവർ ഹോംഗാർഡ് സജേഷിനെ കയ്യേറ്റം ചെയ്യുന്നതും മറ്റ് യാത്രക്കാർ തടഞ്ഞു വയ്ക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിന് പിന്നാലെ ഹോംഗാർഡ് എം സജേഷ് തലശ്ശേരി പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ KL 58 1310 നമ്പർ ഓട്ടോറിക്ഷ ഡ്രൈവർ ചെമ്പാട് അരിയാക്കുൾ സ്വദേശിയായ മുസ്തഫ എന്ന മുത്തുവിനെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. ഇയാൾ ഇപ്പോൾ കോങ്ങാറ്റയിലാണ് താമസമെന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. തലശ്ശേരി നഗരമധ്യത്തിൽ കടകളോട് ചേർന്നുള്ള ഓവുചാലിന് മുകളിലെ പൊട്ടിയ സ്ലാബ് മാറ്റാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പഴയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് പോലീസ് യൂണിറ്റിന് മുന്നിലെ നടപ്പാതയിലെ പൊട്ടിയ സ്ലാബാണ് ആളുകൾക്ക് അപകടക്കെണിയാകുന്നത്. സ്കൂൾ അടുത്ത ദിവസം തുറക്കുന്നതോടെ അപകട സാധ്യത ഇരട്ടിയാകുമെന്ന ആശങ്കയുമുണ്ട്. നിത്യവും 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. ഓവുചാലിന് മുകളിലെ ഒരു സ്ലാബ് പൊട്ടിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. വാർഡ് കൗൺസിലറെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും പല തവണ അറിയിച്ചിട്ടും സ്ലാബ് മാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് സമീപത്തെ വ്യാപാരികളുടെ ആക്ഷേപം. നിരവധി കടകളോട് ചേർന്നാണ് സ്ലാബ്. റെഡിമെയ്ഡ് ഷോപ്പ്, ഹോട്ടൽ, ഹാർഡ്വെയർ ഷോപ്പ്, ചെരുപ്പുകട തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഇതിന് സമീപത്തായുണ്ട്. സ്ലാബിൻ്റെ പൊട്ടിയ ഭാഗത്ത് പഴയ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. യാത്രക്കിടെ കണ്ണൊന്ന് തെറ്റിയാൽ ആളുകൾ മൂക്കും കുത്തി വീഴാവുന്ന അവസ്ഥയാണ്. മഴക്കാലത്ത് ഇവിടെ അപകടത്തിന് സാധ്യതയേറെയാണ്. പൊട്ടിയ സ്ലാബ് അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് സഭാ ഹാളിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ റിട്ടയർമെന്റ് യോഗത്തിലും പറയുന്ന ഒരു കാര്യമാണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു യാത്രയിലേക്കുള്ള പടിയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, യാത്രകളുമായി ബന്ധപ്പെട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ റിട്ടയർമെന്റിന് മുമ്പാവടെയായിട്ടുള്ള ലീവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം പൂർത്തിയാക്കാതെ, അതൊരു പക്ഷേ നടക്കാതെ പോയൊരു യാത്രയായിരിക്കാം, വായിച്ചു തീരാത്ത പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ എഴുതി പൂർത്തിയാക്കാത്ത കവിതകളായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ പകുതി വെച്ച് നിർത്തിയ ചില ഉദ്യമങ്ങളായിരിക്കാം. അങ്ങനെയുള്ള എന്താണെങ്കിലും അതിനൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ളത്. അതിൽ അഭിനയിച്ച് പൂർത്തിയാക്കാത്ത സിനിമകളും കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഇടങ്ങളിലേക്ക് നിങ്ങളുടെ പൂർത്തിയാക്കപ്പെടാത്ത ഉദ്യമങ്ങൾക്കൊക്കെ പൂർത്തീകരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ തുടർന്നുള്ള യാത്രകൾ നിങ്ങൾക്ക് സഹായകരമായ രീതിയിലേക്ക് മാറട്ടെ. KPOA സെക്രട്ടറി NK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KPA സെക്രട്ടറി B. സിനീഷ്, PV രാജേഷ്, M. രാജി, T. പ്രജീഷ്, P. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സ്തുതാർഹ്യമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന 45 ഓഫീസർമാർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പ്രഭാഷകനും എഴുത്തുകാരനുമായ സന്തോഷ് ഇല്ലോളിൻ്റെ ഏറ്റവും പുതിയ നോവൽ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം മെയ് 30 ചെറുവാഞ്ചേരിയിൽ പ്രകാശനം ചെയ്യും. 3 പതിറ്റാണ്ട് മുൻപ് ജീവിച്ച നാടകകൃത്ത് ചെറുവാഞ്ചേരിയിലെ പപ്പൻ വള്ളിക്കാടിൻ്റെ ജീവിത കഥ പറയുന്ന നോവലാണിത്. പുതിയ തലമുറയ്ക്ക് പ്രിയപ്പെട്ട പപ്പനെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് എഴുത്തുകാരൻ. 3 വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് രചന പൂർത്തീകരിച്ചതെന്നും സന്തോഷ് ഇല്ലോളിൽ പറഞ്ഞു. ഉത്തര മലബാറിലെ പ്രമുഖ പ്രഭാഷകൻ ചെറുവാഞ്ചേരിയിലെ സന്തോഷ് ഇല്ലോളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നോവൽ എഴുത്തുകൂടി പൂർത്തിയാക്കി.
ഏറെ കൗതുകമാണ് പുസ്തകത്തിൻ്റെ പേരിന് പോലും. പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം. കേരളത്തിലെ നാടകരംഗത്ത് ഏറെ പ്രശസ്തമായ പേരാണ് പപ്പൻ വള്ളിക്കാട്. കാട്ടുകടന്നൽ, ആരാൻ്റെ ഹക്കിൽ ആയിരം കണ്ണ് തുടങ്ങിയ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. എന്നാൽ പുതിയ തലമുറയ്ക്ക് പപ്പൻ വള്ളിക്കാട് അത്ര പരിചിതനല്ല. 3 പതിറ്റാണ്ട് മുമ്പ് മൺമറഞ്ഞ പപ്പൻ വള്ളിക്കാടിൻ്റെ നാടകങ്ങളെ പുനഃസൃഷ്ടിക്കുകയാണ് സന്തോഷ് ഇല്ലോളിൽ ഈ നോവലിലൂടെ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പലരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ് പുസ്തകത്തിലുള്ളത്. ഒരു പുസ്തകത്തിൽ ഒതുങ്ങേണ്ട ഒരു വ്യക്തിയല്ല പപ്പാട്ടൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഞാൻ ഏകദേശം ഒരു 4 ജില്ലകളിൽ നിന്നായിട്ട് വിവിധ വ്യത്യസ്തരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരുപാട് നാടകങ്ങളുണ്ട്, ഒരുപാട് കവിതകളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് 60 വർഷം മുമ്പെയുള്ള കയ്യെഴുത്ത് പ്രതികളാണ്. ആ കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയുമ്പോൾ നശിച്ചു പോയതാണ്, പലതും നശിച്ചു പോയി. ഞാനിതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് ചെയ്തുകൊണ്ട് പല 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 ദിക്കുകളിൽ നിന്നായി ഒരു 4 ജില്ലകളിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ ബാക്കി പത്രങ്ങളാണ്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചെറു പുസ്തകത്തിൽ ഒരിക്കലും പപ്പാട്ടനെ ഒതുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ പപ്പാട്ടൻ എന്ന് പറയുന്നത് അതിവിശാലമായൊരു സാഹിത്യ പ്രതിഭയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറു പുസ്തകത്തിൽ ഒരു 180 പേജുകളാണ് ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ ഉണ്ടാവുക. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പപ്പാട്ടൻ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ ഒതുങ്ങിയില്ല. തുടർന്ന് കേരളത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടാവണം. അതാണ് ഞാൻ ഈ നോവലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പപ്പാട്ടൻ എന്ന് പറയുന്ന അതുല്യനായ പ്രതിഭയെക്കുറിച്ച് ഒരു പഠനം അവിടെ ആ ഒരു ഘട്ടത്തിലുണ്ടായിരിക്കുന്നു. ഈ പഠന പുസ്തകം, ഈ ഗവേഷണ നോവല് പുറത്തിറങ്ങി കഴിയുമ്പോൾ പപ്പാട്ടനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വേണം. ഉള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി കാണാം, നന്നായി കാണാം. ഏത് കാര്യത്തിലായാലും എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തായാലും വിമർശനാത്മകമായിട്ട് നന്നായിട്ട് കണ്ടാലും പപ്പാട്ടനാണ് ലൈവായിട്ട് മാറുന്നത്. അതുമാത്രമാണ് ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമുക്കിനിയും സഞ്ചരിക്കാം. കേരളത്തിൽ പപ്പാട്ടനെ സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഉണ്ടാവണം എന്നത് മാത്രം പറയാനാണ് ഞാൻ ഈ നോവലിലൂടെ ആഗ്രഹിക്കുന്നത്. പ്രമുഖരുമായി പപ്പൻ വള്ളിക്കാടിനുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ രചനകളുടെ കരുത്ത് തുടങ്ങിയവ തീർച്ചയായും ഈ നോവൽ വെളിവാക്കും. മെയ് 30 ശനിയാഴ്ച വൈകിട്ട് 3 ചെറുവാഞ്ചേരി UP സ്കൂളിലാണ് പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള പ്രഭാഷണവും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായുള്ള ഓട്ടത്തിനിടയിൽ 3 വർഷത്തെ ഗവേഷണ പ്രവർത്തനത്തിലൂടെയാണ് ഈ നോവൽ സന്തോഷ് ഇല്ലോളിൽ പൂർത്തിയാക്കിയത്. പപ്പൻ വള്ളിക്കാടിനെ ഒരു നോവലിൽ ഒതുക്കി നിർത്താൻ കഴിയില്ലെന്ന് സന്തോഷ് ഇല്ലോളിൽ പറയുന്നു. അതിലും വലുതാണ് പപ്പൻ വള്ളിക്കാടിൻ്റെ സാഹിത്യ സഞ്ചാരം. യുവതലമുറ പപ്പൻ വള്ളിക്കാടിനെ അറിയണം, കേരളത്തിൽ തുടർ പഠനങ്ങൾ ഉണ്ടാകണം എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും സന്തോഷ് ഇല്ലോളിൽ പറഞ്ഞു. പപ്പൻ വള്ളിക്കാട് എന്ന് പറയുന്ന അതുല്യനായ പ്രതിഭ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ നാടകരംഗത്തെ സംബന്ധിച്ച് ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. കാട്ടുകടന്നൽ എന്നുള്ള നാടകം, ആരാൻ്റെ ഹക്കിൽ 1000 കണ്ണ് എന്നുള്ള നാടകം, ക്വിറ്റ് ദ വേൾഡ് എന്ന് പറയുന്ന നാടകം, വന്ദേമാതരം, അങ്ങനെ ഒരുപാട് നാടകങ്ങളെ എഴുതുകയും അതോടൊപ്പം തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പപ്പാട്ടൻ ഒരു നാടക പ്രവർത്തകനാണ്, മേക്കപ്പ് മാനാണ്, സംസ്ഥാന വോളി താരമായിരുന്നു, ഒരു കഥാപ്രസംഗ രചയിതാവാണ്, അതോടൊപ്പം തന്നെ നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുള്ള കവിയാണ്. അങ്ങനെ വളരെ ബഹുമുഖമായിട്ടുള്ളൊരു വ്യക്തിത്വം കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപാട് കാലഘട്ടം കലയിൽ അഭിരമിച്ചുകൊണ്ട് ജീവിച്ചൊരു വലിയ മനുഷ്യനാണ്. പക്ഷേ പപ്പാട്ടൻ ഇന്ന് മരിച്ചിട്ട് ഏകദേശം 29 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു സമയത്ത് പുതിയ തലമുറയെ സംബന്ധിച്ച് പപ്പാട്ടൻ ഒരു തീർച്ചയായിട്ടും വിസ്മൃതനാവുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ നമുക്കറിയാം 50 വർഷം 60 വർഷം പഴക്കമുള്ള രചനകളാണ്. ആ രചനകളെല്ലാം തന്നെ പലതും നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഇന്ന് നമ്മുടെ അറിയപ്പെടുന്ന ഈ മേഖലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരുടെ കൈകളിൽ ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അത്തരത്തിലുള്ളൊരു ചിത്രം ഇന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരവസ്ഥ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഞാൻ ഈ നോവലിലൂടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പപ്പാട്ടൻ്റെ കഥാപാത്രങ്ങളെ, പുതിയ തലമുറയെ, പപ്പാട്ടൻ്റെ സാഹിത്യ സഞ്ചാരത്തെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഞാനിതിൽ നടത്തിയിട്ടുള്ളത്. കലയ്ക്ക് വേണ്ടി ജീവിതം മറന്നുപോയ ഒരു കലാകാരനെ പുനഃസൃഷ്ടിക്കുകയാണ് സന്തോഷ് ഇല്ലോളിൽ. മാടപ്പീടിക, അന്നും ഇന്നും എന്ന പ്രാദേശിക ചരിത്രം, ഇവന്റ് മാനേജ്മെൻറ്റ് എന്ന ഏറെ പ്രശസ്തമായ ചെറുകഥ, ഈ 2 പുസ്തകത്തിന് ശേഷമാണ് സന്തോഷ് ഇല്ലോളിൻ്റെ 3ാമത്തെ പുസ്തകമായി GV ബുക്സ് പുറത്തിറക്കുന്ന പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം. PK പ്രവീൺ MLA പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും.
ചലച്ചിത്ര പിന്നണി ഗായകൻ VT മുരളി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. നാടക സംവിധായകൻ എനോ ജോസഫ് ഏറ്റുവാങ്ങും. പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു പുസ്തക പരിചയം നടത്തും. ഒട്ടനവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കാളികളാകുന്നുണ്ട്. കുട്ടിക്കാലത്ത് തനിക്കുൾപ്പെടെയുള്ളവർക്ക് സാഹിത്യ സമാജങ്ങളിൽ പ്രസംഗിക്കാൻ കുറിപ്പുകൾ പപ്പൻ വള്ളിക്കാട് നൽകാറുണ്ടായിരുന്നുവെന്നും സന്തോഷ് ഇല്ലോളിൽ അനുസ്മരിച്ചു. ആ സ്നേഹബന്ധവും എഴുത്തിന്റെ ശക്തിയോടുള്ള ബഹുമാനവുമാണ് ഇത്ര ഗൗരവമായി പപ്പൻ വള്ളിക്കാടിനെ പഠിക്കാൻ തനിക്ക് പ്രേരണയായതെന്നും സന്തോഷ് ഇല്ലോളിൽ പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ പപ്പാട്ടൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് ഒരു പ്രസംഗം, അന്നൊക്കെ ബാലജനസഖ്യം അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യ സമാജങ്ങളൊക്കെ സ്കൂൾ ഉണ്ടാകുന്ന സമയമാണ്. മറ്റ് ഒരുപാട് കുട്ടികളുടെ കൂട്ടായ്മകൾ ഒക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് പപ്പാട്ടൻ്റെ വീട്ടിൽ എന്നെപ്പോലുള്ള ആളുകൾ പോയിട്ട് പപ്പാട്ടനോട് എന്തെങ്കിലും ഒരു പ്രസംഗം വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവിതകൾ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വളരെ പെട്ടെന്ന് തന്നെ എഴുതി തരും. അത് ഞാനല്ല, ആരായാലും ഈ നാട്ടിലെ ആര് സമീപിച്ചാലും അദ്ദേഹം എഴുതും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിന് വലിപ്പച്ചെറുപ്പങ്ങളിൽ അദ്ദേഹം എന്ന് പറയുമ്പോൾ MA-ക്കാർക്കൊരു പ്രബന്ധം വേണമെങ്കിലും അതും എഴുതി കൊടുക്കും. അത് അത്രമാത്രം വിശാലമായ വായനയും അതോടൊപ്പം തന്നെ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഏവരെയും സാദരം ക്ഷണിക്കുകയാണ് എഴുത്തുകാരൻ സന്തോഷ് ഇല്ലോളിൽ. കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ പരിശീലന ക്ലാസും നിക്ഷേപ സമാഹരണ യജ്ഞം മൊമെന്റോ വിതരണവും കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ സമാഹരണത്തിൽ മികവ് പുലർത്തിയ സംഘങ്ങൾക്ക് കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പുരസ്കാരങ്ങൾ നൽകി. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് കീഴിലെയും ഇരട്ടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് കീഴിലുമുള്ള സംഘങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക തലത്തിൽ നിക്ഷേപകരുടെ ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതും സഹകരണ പ്രസ്ഥാനത്തിനാണ്. നാഷണലൈസ്ഡ് ബാങ്കിന് പോലും ഇല്ലാത്ത ആ ജനങ്ങളുമായിട്ട് സഹകരണ യൂണിയൻ പ്രസിഡന്റ് CV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് MLA ഉപഹാരങ്ങൾ നൽകി. കൂത്തുപറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കിഴക്കയിൽ, സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീജ പുല്ലമ്പിൽ എന്നിവർ സംസാരിച്ചു. സംഘം പ്രതിനിധികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു. സഹകരണ സംഘം പാലക്കാട് യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ MJ ജയേഷ് ക്ലാസ് എടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി.
പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം, ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 96568138334 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ഈ വർഷത്തെ ഡിഗ്രി പരീക്ഷയിൽ ഉമ്മത്തൂർ SIAS കോളേജിന് ഉന്നത വിജയം. ഉന്നത വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കോളേജ് അധ്യാപകരെയും പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫയെയും നാഥാപുരം MLA KM അഭിജിത്ത്, ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
അഹമ്മദ് പുന്നക്കൽ എന്നിവർ കോളേജിലെത്തി അനുമോദിച്ചു. ഉമ്മത്തൂർ സക്കാഫത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കോളേജിൽ 3 വർഷ ഡിഗ്രി കോഴ്സ് ഫൈനൽ ഇയർ പരീക്ഷയിൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BCom, BBA എന്നിവയിൽ പരീക്ഷ എഴുതിയ 111 വിദ്യാർത്ഥികളിൽ 110 പേരും ഉന്നത മാർക്ക് നേടി വിജയം കൈവരിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫയെയുമാണ് നാദാപുരം MLA KM അഭിജിത്തും ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കലും ആദരിച്ചത്. കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനവും പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫയെ ഷാളണിയിച്ച് അനുമോദിക്കുകയും ചെയ്തു. പ്രാപ്തരാക്കിയതിനുകൂടി നമ്മൾ ഓരോരുത്തരെ അഭിനന്ദിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറയാം. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് ജയിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഉണ്ടാവും. ഇതിനൊക്കെ കൂടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഭാഗ്യം പിന്നീട് അഭിനന്ദനം പൂർണ്ണമായും അറിയിക്കുകയാണ്. അർഹതക്കുള്ള ഒരു പ്രതീകം എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന്റെ അധിപനായിട്ടുള്ള ഡോക്ടർ പുത്തൂർ മുസ്തഫയെ ഈ പൊന്നാട അണിയിപ്പോഴും പ്രിൻസിപ്പളെയും മറ്റെല്ലാ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ ചെക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചെക്കാട് ഗ്രാമപഞ്ചായത്തും അതുപോലെ സക്കാഫത്ത് മാനേജിംഗ് കമ്മിറ്റിയുമൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മനസ്സിനടക്കം കുളിർമ നൽകുന്ന രൂപത്തിൽ വിദ്യാലയത്തെ മാറ്റിയെടുത്തതിലുള്ള സംതൃപ്തിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. മാനേജ്മെന്റ് ട്രഷറർ RP ഹസൻ ആശംസാ പ്രസംഗം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവി VK മനോജ് കുമാർ സ്വാഗതവും കൊമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ ജസ്മിന നന്ദിയും പറഞ്ഞു. കോളേജ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. മുൻപ് വനിതകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കോളേജിന്റെ ആദ്യ മിക്സിംഗ് ബാച്ചാണിത്. 3 വർഷ കോഴ്സിന്റെ അവസാന ബാച്ചിൽ ഉന്നത വിജയം കൈവരിച്ചത് ഇരട്ടി മധുരമാണ് നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്യാപിറ്റേഷനോ ഡൊണേഷനോ ഇല്ലാതെ സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രം വാങ്ങിയാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ കോളേജിൽ BCA കോഴ്സ് കൂടി ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരിയിൽ പഠനം പൂർത്തിയാക്കിയ 24 ബാച്ച് BSc നഴ്സിംഗ്, 15ാം ബാച്ച് MSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനം ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24th ബാച്ച് BSc നഴ്സിംഗും 15th ബാച്ച് MSc നഴ്സിംഗിന്റെ കോൺവൊക്കേഷൻ മെയ് 30 10 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോളേജ് ഡേ സെലിബ്രേഷൻസും 2 മണി മുതൽ ഉണ്ടാവും. ഡോക്ടർ VM ഇക്ബാൽ മുഖ്യാതിഥിയായി സംബന്ധിക്കും. പ്രൊഫസർ ഡോക്ടർ M സുനിൽ ബിരുദദാന സന്ദേശം നൽകും. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ കോളേജ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കേരള കോഓപ്പറേറ്റീവ് ആശുപത്രി ഫെഡറേഷൻ ചെയർമാനും മുൻ MLAയുമായ KK ലതിക ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 26 വർഷം മുൻപ് പ്രമുഖ സഹകാരി E നാരായണൻ മുൻകൈയെടുത്ത് മണ്ണയാട് സ്ഥാപിച്ച സഹകരണ നഴ്സിംഗ് കോളേജിൽ ഇപ്പോൾ 850ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K വേലായുധനും പ്രിൻസിപ്പൽ സ്വപ്ന ജോസും അറിയിച്ചു. നാരായണൻ സ്ഥാപിച്ച വലിയ സ്ഥാപനമാണിത്. നേരത്തെ 24 കുട്ടികളായി തുടങ്ങിയ സ്ഥാപനം ഇന്നൊരു 850ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ കോഴ്സുകളായി പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ നഴ്സിംഗിൻ്റെ മാത്രം ഇതാണ് ഇവിടെ കോൺവെക്ഷനാണ് ഉപാധി നടക്കുന്നത്. BSc നഴ്സിംഗ് ബാച്ച് ഫുൾ പാസ്സാണ്. അവർക്കുള്ള ബിരുദദാന ചടങ്ങാണ് നമ്മൾ 30-ാം തീയതി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ MSc നഴ്സിംഗിൻ്റെ 18th ബാച്ച് 15ാമത്തെ ബാച്ചും കൂടിയാണ് നമ്മുടെ ബിരുദദാന ചടങ്ങ് നടക്കുന്നത്. രാവിലെ 10 മണി തൊട്ട് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇക്ബാൽ VM, ഫോമർ ഡീൻ സ്റ്റുഡൻറ് അഫയേഴ്സ് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് ആണ്.
മെസ്സേജ് ടു ദ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ സുനിൽ മൂത്തയടത്ത്, പ്രൊഫസർ കോളേജ് അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം. കോളേജിൽ ഇനാഗുറേഷൻ ചെയ്യുന്നത് സിനി ആർട്ടിസ്റ്റ് പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. അത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കോളേജിലെ ഇനാഗുറേഷനും അതിനുശേഷമുള്ള പരിപാടികൾ നടക്കുന്നത്. നഴ്സിംഗ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോകുന്നവരിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് ഇ നാരായണന്റെ കുടുംബം ഏർപ്പെടുത്തിയ ഇ നാരായണൻ മെമ്മോറിയൽ അവാർഡ് ബിരുദദാന ചടങ്ങിൽ സമ്മാനിക്കും. ആശുപത്രി ഫെഡറേഷൻ MD സി മോഹനൻ, പ്രൊഫസർ കെ സിന്ധു, പ്രൊഫസർ എസ് ശാലീന, ഡെവലപ്മെന്റ് ഓഫീസർ ജിജു ജനാർദ്ദനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നവീകരിച്ച താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം നടന്നു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലാണ് താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സോമൻ ഉൾപ്പെടെ ഞാനും അതിൻ്റെ പാർട്ടായിരുന്നു. എല്ലാ അധികാര കേന്ദ്രങ്ങളിലും നമ്മളൊന്ന് നേരിട്ട് പോയി കാണാനും സംസാരിക്കലും ഒക്കെ നടന്നിട്ടുണ്ടായി. ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം ഉൾപ്പെടെ കണ്ടുകൊണ്ട് അത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കാം എന്നും കൂടി ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഉപയോഗിച്ച് അത് മിസ്സായി എന്നുള്ളതാണ്. നമുക്ക് താലൂക്കുകൾക്ക് പുതുതായി സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അതിനുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു പങ്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്നുണ്ട്. താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, ഡോക്ടർ സുധ അഴീക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസിനോടനുബന്ധിച്ച് IV ദാസൻ മാസ്റ്റർ സ്മാരക ഹാളും ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ ജീവിത മുഹൂർത്തങ്ങൾ ആധാരമാക്കി നിർമ്മിച്ച മ്യൂസിക് ആൽബം പാനൂർ പ്രസ് ഫോറം ഹാളിൽ പ്രകാശനം ചെയ്തു. പാനൂർ ഉപജില്ലയിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് ആൽബത്തിൽ വേഷമിട്ടത്. പാനൂർ ഉപജില്ലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നീതു ജോയ് കഥയും തിരക്കഥയും എഴുതി അനിൽ പാനൂർ സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. സജീവ് ഒദ്യോത്ത് ഗാനരചനയും പ്രമോദ് ജെ ഗോവിന്ദ് സംഗീത സംവിധാനവും നിർവഹിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ ഈ പാനൂർ സബ് ജില്ലയിലെ ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിം ഒരു മ്യൂസിക്കൽ ആൽബമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അതിന് മറ്റ് പ്രത്യേകതകളൊന്നും ഈ ഒരു സമയത്ത് പോലീസുമായി ബന്ധപ്പെട്ട ഒരു ആൽബമാണ്. നമ്മുടെ നാട്ടിലെ പോലീസിന്റെ സാധാരണഗതിയിൽ പോലീസുകാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അവരുടെ വൈകാരികമായ ജീവിതം, അതൊക്കെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ മ്യൂസിക്കൽ ആൽബമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ പോലീസിന്റെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ആളുകളോടുള്ള പെരുമാറ്റം, ആളുകളോടുള്ള ഈ ജനമൈത്രി പോലീസ് എന്നുള്ള രീതിയിൽ പോലീസിന്റെ സജീവ്, വിജിന സജീവ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. അനിൽ പാനൂർ സംവിധാനവും ക്യാമറയും എഡിറ്റിംഗും രമേശ് KTയുമാണ് നിർവഹിച്ചത്. താരകമാകും ഇരവിൽ പകലിൽ വെളിച്ചമാകും സത്യത്തിൻ ശബ്ദമുയർത്തും സ്വത്വത്തിൻ ബോധമുയർത്തും സത്യത്തിൻ ശബ്ദമുയർത്തും സ്വത്വത്തിൻ ബോധമുയർത്തും മൃദുഭാവേ ദൃഢകൃത്യേ
സത്യ മൃദുഭാവേ ദൃഢകൃത്യേ. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രമേശ് കെ ടി. പിന്നെ ഇത് സ്റ്റുഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് കുന്നത്ത് നമ്മുടെ വിഷ്വൽ മീഡിയ സ്റ്റുഡിയോ ആണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രമോദ് ജെ ഗോപി. പിന്നെ ഇതിന്റെ മ്യൂസിക് എഡിറ്റിംഗ് മറ്റും ചെയ്തിരിക്കുന്നത് വിഷ്വൽ മീഡിയ അല്ല മെലഡി മ്യൂസിക്. സബ് ജില്ലയിലെ ഒരു കൂട്ടം അധ്യാപകരും വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിവിധ സ്കൂളുകളിലെ രക്ഷിതാക്കളും വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു മ്യൂസിക്കൽ ആൽബം ഞങ്ങൾ ചെയ്തത്. ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. എന്തായാലും സന്തോഷമുണ്ട്. പത്രസമ്മേളനത്തിൽ അനിൽ പാനൂർ, സജീവ് ഒദ്യോത്ത, നീതു ജോയ്, വിജിന തുടങ്ങിയവർ പങ്കെടുത്തു. LBS തലശ്ശേരി സ്കിൽ സെന്ററിൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തലശ്ശേരി നിയോജക മണ്ഡലം MLA കാരായി രാജൻ വിതരണ ഉദ്ഘാടനം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും തലശ്ശേരി MLA കാരായി രാജൻ നിർവഹിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അനീഷ VP ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലവീന സുനിത ഹർഷിത ഷിബിന PP കഫി. അങ്ങനെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ അയൽ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ച ആത്മവിശ്വാസം കൊടുക്കാൻ പാകത്തിലുള്ള വിദ്യാഭ്യാസ പഠന പ്രക്രിയ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന് കഴിഞ്ഞ തവണ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. അപ്പം നിങ്ങളുമായി ആ അറിവ് പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ 2 സർവകലാശാലകളിൽ മാത്രമായി വിദേശത്തു നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു വരെയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളിൽ പലരും വാഴ സെക്കൻഡ് പടം കണ്ടവരുണ്ടാവില്ല. അപ്പോൾ എന്താണ് UK എന്ന് വാഴ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ കോവിഡ് മഹാമാരി വന്നപ്പോൾ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും എങ്ങനെയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തോട് അവിടുത്തെ ഗവൺമെൻറ്റുകൾ സമീപിച്ചത് എന്ന അനുഭവം അന്ന് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ രക്ഷിതാക്കളോട് വിളിച്ചു പറയുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. സെന്റർ പ്രിൻസിപ്പൽ പ്രദീപ് ശ്രീലകം അധ്യക്ഷത വഹിച്ചു. ബിജേഷ് മാനന്തേരി, ഇഷ ഷാരോൺ തുടങ്ങിയവർ സംസാരിച്ചു. ജി നിമ്യ വാസു സ്വാഗതവും അശ്വിനി സജീവൻ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. Amrita Vidyalayam, Punnol, Talasheri. Leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms.
fully equipped basketball and badminton courts, hygienic pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. തലശ്ശേരി ആശ്രയ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹത്തണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ കാരുണ്യോത്സവം സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം കീഴന്തിമുക്കിലെ ജെക്കോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നിരവധി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തലശ്ശേരി MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇറാനിലോ ഉക്രൈനിലോ ഒക്കെ യുദ്ധം നടക്കുമ്പോൾ, ഗസയിലെ കുട്ടികളെ കൊല്ലുമ്പോൾ നമ്മെ ബാധിക്കുന്നില്ല എന്ന തോന്നലാണ് നമുക്കുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നത് നമ്മളിൽ എവിടെയോ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു വലിയ ഉറവ വറ്റിപ്പോയതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം. ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവ വറ്റാതെ അതിനെ സംരക്ഷിക്കുക, കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മനുഷ്യ സമൂഹം ഏറ്റെടുക്കേണ്ടത്. ഇവിടെ നാം കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, മറ്റുള്ളവരുടെ വിഷമം കാണാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യത്വമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ചോദിക്കും, ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയും കുറച്ചു പേർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന്, കേരളത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ്
3000-ഓളം ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത മനുഷ്യർ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നാം കണ്ടെത്തിയത്. ആശ്രയ ചെയർമാൻ VK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് പൂവത്തിൽ ആരംഭിക്കാൻ പോകുന്ന ആശ്രയ കെയർ ഹെവൻ സ്നേഹഭവനത്തിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ നടന്നു. ജീവകാരുണ്യ പ്രവർത്തകനായ AP അരവിന്ദാക്ഷനെ ആദരിച്ചു. തിരക്കിനിടയിൽ അല്പനേരം എന്ന സിനിമയിലെ നായകനായ നിരഞ്ജൻ കൃഷ്ണ വടകരയെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമ പുരസ്കാര ജേതാവ് TK അനൂപ് പിണറായിക്ക് ആദരവ് നൽകി. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സന്ദേശം വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹെൻറി ആന്റണി നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ പാറാൽ ബാബു അനുഗ്രഹ പ്രഭാഷണം നടത്തി. തലശ്ശേരി നഗരസഭാ കൗൺസിലർ ജിഷ ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് സത്യൻ മുല്ലോളി, CP കൃഷ്ണകുമാർ, പള്ളിയൻ പ്രമോദ്, സിനിമാ സംവിധായകൻ ജയൻ പ്രഭാകർ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ IP അഭയ്, ഡോക്ടർ ഷംസീർ മൂപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹത്തണലിൻ്റെയും ആശ്രയയുടെയും നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ആശ്രയ ഫൗണ്ടർ വിമൻ T വിൽസൺ സ്വാഗതവും സെക്രട്ടറി V സാജൻ നന്ദിയും പറഞ്ഞു. പൊന്നം നായനാർ റോഡ് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള റോഡ് ടാറിംഗ് ചെയ്തു ഗതാഗതയോഗ്യമാക്കി. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചത്. പുണ്യശ്രാമ്പി മേഖലയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന N ദിവാകരൻ്റെ പേരിലുള്ള റോഡ് തലശ്ശേരി MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം നളിനി സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ സംസാരിച്ചു. BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി പന്ന്യന്നൂർ ചന്ദ്രന്റെ ഓർമ്മകൾക്ക് 3 പതിറ്റാണ്ട്. 30ാം ബലിദാന വാർഷികത്തിൽ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സാംഖ്യക്കും നടന്നു. RSS BJP നേതാക്കളായ PK കൃഷ്ണദാസ്, K പ്രകാശൻ മാസ്റ്റർ, NK നാണു മാസ്റ്റർ, C ഗിരീഷ്, K ശ്രീജേഷ്, C സുരേഷ് ബാബു, ജിറൻ പ്രസാദ്, P സത്യപ്രകാശ്, അഡ്വക്കേറ്റ് ഷിജിലാൽ, VP സുരേന്ദ്രൻ, CK കുഞ്ഞിക്കണ്ണൻ, KC വിഷ്ണു, VP ഷാജി, VP ബാലൻ, PP രാമചന്ദ്രൻ, KK ധനഞ്ജയൻ, EP ബിജു, പ്രസാദ് വള്ളങ്ങാട്, O സന്തോഷ്, AK ഭാസ്കരൻ, രോഹിത് റാം, A സജീവൻ, മനോജ് പൊയിലൂർ, P ലജീഷ്, ഓട്ടാണി പത്മനാഭൻ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ചേർന്ന സാംഖിക്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്ത ശാരീരിക് ശിക്ഷൺ പ്രമുഖ O രാഗേഷ് സംസാരിച്ചു. RSS പാനൂർ ഗണ്ട് സംഘചാലക് K പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗണ്ട് കാര്യവാഹി ജിറൻ പ്രസാദ് സ്വാഗതം പറഞ്ഞു. ETK രമേശ് വ്യക്തിഗീതം ചൊല്ലി. ചുക്ലി കാഞ്ഞിരത്തിന് കീഴിൽ സകല കലാനിലയം പ്രവർത്തനം ആരംഭിച്ചു. ഏതു പ്രായക്കാർക്കും പരിശീലനം നൽകുന്ന രീതിയിലാണ് സകലയുടെ പ്രവർത്തനം. ചുക്ലി കാഞ്ഞിരത്തിന് കീഴിൽ കലാസാംസ്കാരിക രംഗത്ത് പുതുമയാർന്നതും വേറിട്ടതുമായ ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ സകല കലാലയം ഉദ്ഘാടനം ചെയ്തു. നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതീക്ഷയെ ഞാൻ പരിചയപ്പെടുന്നു, അങ്ങനെ ഇങ്ങോട്ട് വരാനിടയാവുന്നത്. എന്തൊക്കെ ഞാനെന്തോ വലിയ ആളാണെന്നൊരു ധാരണയാണ്. ഒന്നുമില്ല, സാധാരണയാണ്. സവീസാജി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അർജുനൻ്റെ 10 പര്യായങ്ങളൊന്നാണ്. നമ്മൾ പണ്ടുകാലത്ത് ഇടിമിന്നലുണ്ടാകുന്ന മഴക്കാലത്ത് അമ്മ പറയും അർജുനൻ്റെ 10 നാമങ്ങൾ ജപിക്കുക. കിരീടി ഭീപൻസ് എന്നൊക്കെ. സവീസാജി എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് ഒരേപോലെ അമ്പെയ്യാൻ കഴിയുന്നവൻ. ഇദ്ദേഹത്തെ കൂടുതൽ പഴയൊരു സവീസാജിയുണ്ട് നാടകത്തിൽ. എനിക്ക് പെട്ടെന്ന് അങ്ങേരെ ഓർമ്മ വന്നു. കാര്യം ഇത്രയും ചെറുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു അന്ന് ഇത്രയും ചെറുപ്പമായി പോയുള്ളൂ. പക്ഷേ ആ പ്രായം, ആ അറിവ് അങ്ങേക്ക് ഉണ്ടാകട്ടെ. 2 കൈ കൊണ്ടും എഴുതാൻ കഴിയുന്ന ഒരു കരുത്ത് നാളെ ലോകത്തിന് സാഹിത്യത്തിന് കൊടുക്കാൻ എനിക്ക് കഴിയും. അത് സകല കലയിലേക്കും ഏതൊക്കെ മേഖലയിൽ ചെയ്യണം അതിനുള്ള ഒരു പിന്തുണ ഇവർക്ക് കൊടുക്കും. നൃത്തം, സംഗീതം, ഉപകരണ സംഗീതം, അഭിനയം, ഓട്ടംതുള്ളൽ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ ഇനങ്ങളിൽ വിദഗ്ധരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും.
കലാപരമായി അണിയിച്ചൊരുക്കിയതും വിശാലവുമായ ക്ലാസ് മുറികളാണ് സകലയുടെ പ്രത്യേകത. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ സൂംബ ഡാൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ, യൂണിവേഴ്സിറ്റി കലോത്സവ മത്സരങ്ങളിലേക്കുള്ള എല്ലാ ഇനങ്ങളും ഇവിടെ പ്രത്യേക കോഴ്സായി പരിശീലിപ്പിച്ച് നൽകും. എല്ലാ പഠിതാക്കൾക്കും മാസാന്ത്യത്തിൽ വ്യക്തിത്വ വികസന ക്ലാസുകൾ സൗജന്യമായി നൽകും. സകല കലാലയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കലാനിലയം ഡയറക്ടർ സവ്യസാജി സ്വാഗതം പറഞ്ഞു. ചുക്ലി ഗ്രാമപഞ്ചായത്ത് അംഗം NP സജിത അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മഹേന്ദ്രൻ, സിനിമാ നാടക പ്രവർത്തക നിഹാരിക S മോഹൻ, T ജയേഷ്, ദയാനന്ദൻ മാസ്റ്റർ, ജയതിലകൻ മാസ്റ്റർ, PM ഷാജി എന്നിവർ സംസാരിച്ചു. സി കേരളൻ ഡ്രാമ ജൂനിയർ വിന്നർ സോഷ്യൽ സുമേഷിനെ ചടങ്ങിൽ അനുമോദിച്ചു. സകല ഡയറക്ടർ പ്രജിഷ നന്ദി പറഞ്ഞു. കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്ര നെയ്യാമൃത് മഠത്തിൻ്റെ നെയ്യാമൃത് സംഘം യാത്ര തിരിച്ചു. 11 അംഗ സംഘമാണ് കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. കാരണവർ ജിതേഷ് കുനിയലിന്റെ നേതൃത്വത്തിലാണ് കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 11 അംഗ സംഘം നെയ്യമൃതുമായി കൊട്ടിയൂരിലേക്ക് കാൽനടയായി പുറപ്പെട്ടത്. 40 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് സംഘം കൊട്ടിയൂരിലെത്തും. ഇന്ന് സംഘം കൊട്ടിയൂരിനടുത്ത വെള്ളാർവള്ളി ക്ഷേത്രത്തിൽ തങ്ങും. വർഷങ്ങളായി ഈ സംഘം കൊട്ടിയൂരിലേക്ക് നെയ്യമൃതുമായി തീർത്ഥാടനം നടത്തിവരികയാണ്. 11 അംഗ സംഘമാണ് കാൽനടയായി കൊട്ടിയൂരിലേക്ക് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടതെന്ന് സംഘത്തിലെ KV രാധാകൃഷ്ണൻ പറഞ്ഞു. കതിരൂർ നെയ്യാമൃത് മഠം വളരെയേറെ പഴക്കമുള്ള ഒരു നെയ്യാമൃത് മഠങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ വർഷം നമ്മുടെ കാരണവരായിട്ടുള്ളത് ജിതേഷ് കുനിയൽ ആണ്. ഈ സംഘത്തിലുള്ളത് 11 പേരാണ്. നമ്മൾ ഇന്ന് കാലത്ത് 7 മണി, ഏകദേശം 7:30 മണിക്ക് യാത്ര പുറപ്പെടുകയാണ്. ഏകദേശം 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് വെള്ളാർവള്ളി എന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം അവ എത്തുമ്പം തന്നെ ഏകദേശം സന്ധ്യയാവും. നമ്മൾ കാലാവസ്ഥയിലെ മാറ്റങ്ങളൊന്നും പരിഗണിക്കാതെ, മഴയോ വെയിലോ ഒന്നും പരിഗണിക്കാതെ നടന്ന് ആണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് അവിടെ ഹോൾട്ടായിരിക്കും. പിന്നെ തുടർന്ന് നാളെയും വിശ്രമമായിരിക്കും. മറ്റന്നാളാണ് നെയ്യാട്ടം നടക്കുന്നത്, 28-ാം തീയതി. അന്ന് കാലത്ത് തന്നെ ഇതേമാതിരി തന്നെ കുളിച്ച് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് ഏകദേശം 1-1:30 മണിയാകുമ്പോഴത്തേക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് അവിടുന്ന് ലഘു ഭക്ഷണം കഴിച്ച് വിശ്രമമായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ യാത്ര പരിപാടികൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നെയ്യമൃത് സംഘം കാരണവരായ പത്മനാഭൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘം പിണറായി ശ്രീ വൈദിഘാതക ക്ഷേത്രത്തിൽ നിന്നും ഭക്തിനിർഭരമായ യാത്രയോടെ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. വൈശാഖ മഹോത്സവാചരണങ്ങളുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യമൃത് സമർപ്പണത്തിനായാണ് സംഘം യാത്ര തിരിച്ചത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തിയ ശേഷമാണ് സംഘം യാത്ര തിരിച്ചത്. ക്ഷേത്രം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ യാത്രാ സംഘത്തിന് ആശംസകൾ നേർന്ന് യാത്രയയപ്പ് നൽകി. പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സംഘം കൊട്ടിയൂരിലേക്ക് കാൽനടയായി നീങ്ങുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മലബാറിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ ഭാഗമായും വിശ്വാസികളുടെ വലിയ സംഗമമായും അറിയപ്പെടുന്നു. നെയ്യമൃത് സമർപ്പണം മഹോത്സവത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായതിനാൽ അതിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തസംഘങ്ങൾ ഓരോ വർഷവും കൊട്ടിയൂരിലേക്ക് എത്താറുണ്ട്. ഇത്തവണയും പിണറായിൽ നിന്നുള്ള നെയ്യമൃത് സംഘം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ യാത്ര ആരംഭിച്ചതോടെ പ്രദേശത്ത് ഉത്സവ ചൈതന്യം നിറഞ്ഞു. 50ഓളം കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഈ സംഘം കൊട്ടിയൂരിലെത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. തലശ്ശേരി നഗരത്തിലെ തിരക്കേറിയ ജൂബിലി റോഡിൽ ഹോംഗാർഡിനെ ഓട്ടോ ഡ്രൈവർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കയ്യേറ്റത്തിനിരയായത് പാലയാട് സ്വദേശിയായ ഹോംഗാർഡ് M സജേഷ്. തലശ്ശേരി നഗരമധ്യത്തിൽ കടകളോട് ചേർന്നുള്ള ഓവുചാലിന് മുകളിലെ പൊട്ടിയ സ്ലാബ് മാറ്റാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം.
സ്കൂൾ അടുത്ത ദിവസം തുറക്കുന്നതോടെ അപകട സാധ്യത ഇരട്ടിയാകുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. പ്രഭാഷകനും എഴുത്തുകാരനുമായ സന്തോഷ് ഇല്ലോളിന്റെ ഏറ്റവും പുതിയ നോവൽ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം മെയ് 30 ചെറുവാഞ്ചേരിയിൽ പ്രകാശനം ചെയ്യും. രചന പൂർത്തീകരിച്ചത് 3 വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലെന്ന് ഗ്രന്ഥകാരൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.